വായിക്കാൻ പോകും. ചിറക് വിരിച്ചെന്ന പാടാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പിക്ചേഴ്സ് കാണിച്ചതാ. ഇതാണ് ഇതിൻ്റെ പിക്ചേഴ്സ്. ഉണ്ടോ? ഇതാണ് ഇതിൻ്റെ പിക്ചറുകൾ. ഇതാണ് ഇതിൻ്റെ പിക്ചറുകൾ. അപ്പോൾ നമുക്ക് പാടത്തിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ പാടം. ഓക്കെ, ഞാൻ വായിച്ചുതരാം. ഇതിൻ്റെ പേര് ചിറകുള്ള ബസ്. ഞാൻ വായിച്ചുതരാം ഗൈസ്. വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ്. ഒരു സാധാരണ ബസ്സല്ല. ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർക്കൈകൾ. അതിനിപ്പം മുളച്ച ചിറകാണ് തോടും. ഇതിന് വിഷ്ണു പ്രസാദാണ് ഇത് എഴുതുന്നത്. അപ്പോൾ അടുത്ത പാടത്തിലോട്ട് പോവാം. ഇതാണ് ഗൈസ് അടുത്ത പാടം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് വായിച്ചുതരാം. മുന്നറിയിപ്പ്. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്ന് വിചാരിക്കുന്നൊരു കാണാൻ ചെന്നാൽ കാണില്ല. കടലുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടൊരു കൂറ്റൻ തിരമാല. കപ്പൽ കാണാൻ പോയിട്ട് ഞാൻ കണ്ടൊരു കൂറ്റൻ മണിമേട. കാടുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടൊരു നീല മരമല്ലോ. കാണാൻ ചെന്നു വാഴിക്കു ഞാൻ കണ്ടത് കൂറ്റൻ കിണറല്ലോ. നേരത്തെ വായിച്ചെന്ന് അടുത്ത പേജ്. എന്നാലും ഒന്നും കൂടി വായിച്ചാലല്ലേ പ്ലീസ്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം. ഓക്കെ, ഞാൻ വായിച്ചുതരാം. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണാമെന്ന് വിചാരിക്കുന്നൊരു കാണാൻ ചെന്നാൽ കാണില്ല. ഇത് എഴുതിയെന്ന് അക്കിതം എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് എഴുതുന്നത്. ഈ കവിത എഴുതുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പാഠം കൂടി നമുക്ക് പരിചയപ്പെടാട്ടോ. എന്താണ് സൈക്കിൾ ചവിട്ടാൻ എന്ന പേര്. അപ്പം ഞാൻ വായിച്ചുതരാം. മൈക്കിൾ ചേട്ടാ സൈക്കിൾ വേണം. എങ്ങോട്ടാ മോനെ? ചന്ദ്രനിലേക്ക്. എന്തിനാ മോനെ? നിലാവുമല്ല. ബെല്ലില്ല മോനെ. നാവുണ്ട് ചേട്ടാ. ബ്രേക്കില്ല മോനെ. കാറുണ്ട് ചേട്ടാ. ടയറില്ല മോനെ. ചിറകുണ്ട് ചേട്ടാ. എന്നാലെടുത്താ പോയിട്ട് വരാട്ടോ. ഇതുവരെ നമ്മൾ വായിക്കാം. കാരണം ഇത് മാത്രം കവിതയായിട്ട് വായിക്കാൻ പറ്റും. ബാക്കിയൊക്കെ ഞാൻ വെറുതെ എഴുതി വെച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അർത്ഥവും കൊണ്ട് കൂടി നമുക്ക് പരിചയപ്പെടാം. അടുത്ത പേജ് ഗൈസ് വായിച്ചാൽ ഇതിൻ്റെ പാട്ടിൻ്റെ പേര് ഹലോ ഉറക്കെ പാടും. വായിച്ചാൽ ഇത് ഹയാ എന്ത് രസമാണ് ഇങ്ങനെ പറക്കാൻ. അപ്പോഴേക്കും തുടങ്ങി പിടിച്ച് വലിക്കാം. ആരുമായി പറക്കുകയാണ് പട്ടൂസ്. ഈ പിടിവലി അവനൊട്ടും പിടിച്ചില്ല. അതിൻ്റെ നീരസം അവൻ്റെ മനസ്സിൽ പറഞ്ഞു പൊങ്ങി. അതിനകത്തൊന്നും പറക്കാൻ സമ്മതിക്കില്ല. കഷ്ടം തന്നെ. ഓക്കെ, ഇത് വായിച്ചു. ഇനി അടുത്ത പാഠം ഇനി അടുത്ത പാടട്ടോ. ഇതാണ് അടുത്ത പാഠം. ഞാൻ വായിച്ചതാ. അവൻ താഴേക്ക് നോക്കി. അതാ ദൂരെ അങ്ങ് താഴെ ഒരു പൊട്ട് പോലെ. പട്ടു സൂക്ഷിച്ചു നോക്കി. ഇതേ ആബിദ് കുട്ടി. ഇവളിതൊരു കാര്യം. ആബിദെ ഇവളാണ് പട്ടൂസിനെ ഉണ്ടാക്കിയത്. കട്ടിൽ കൊണ്ട് വളർന്ന കടലാസുകൾ മുറിക്കുമ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പട്ടൂസിത്താത്തയുടെ മുട്ടല്ലേ കരയിലോട്ടും ഏൽപ്പിക്കുക. പച്ചീർക്കൈ വളച്ചൊട്ടിക്കുമ്പോഴും അവൾ പറഞ്ഞു കരയല്ലേ. പക്ഷെ തെച്ചി ചിറകൊട്ടിക്കുമ്പോൾ അവന് വല്ലാടിക്കില്ല. അവൻ കുതഞ്ഞ് തിരിച്ചുപോയി. അടുത്ത പാടത്തോ ഗൈസ്. ഞാൻ നേരത്തെ വായിച്ചതിൻ്റെ ബാക്കിയാട്ടോ ഞാൻ വായിച്ചതാ. പട്ടൂസേ വല്ലാതെ മുകളിലേക്കൊന്നും പോവല്ലേ. കാറ്റടിച്ച് ജലദോഷം പിടിക്കും. രാത്രി ആകുമ്പോഴേക്കും വേഗം താഴേക്ക് വരുന്നേ. അവൾ പട്ടൂസിനെ സാവധാനം പറത്തി തുടങ്ങി. ആകാശത്തെപ്പോൾ കഥയാകെ മാറി. മാനത്തുണ്ടോ വല്ല അതിലും വരമ്പും. നീന്ത് അങ്ങനെ കിടക്കുന്ന കയല്ലേ. പറഞ്ഞു രസിച്ചു കളിച്ചു ചിരിച്ചു നേരം പോയത് അവൻ അറിഞ്ഞില്ല. കളിയുടെ ഹാരത്തിൽ താഴിട്ടുള്ള ആബിദക്കുട്ടിയുടെ കാര്യം തന്നെ അവൻ മറന്നുണ്ട്. പരുന്തിനെ തോൽപ്പിക്കുന്ന പന്തയപ്പറക്കത്തിൻ്റെ ആവേശത്തിൽ പട്ടൂസ് റിം നൂൽ ഫോൺ അടിച്ച്
ചെവിയിൽ ചേർത്ത് അവൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ പാഠം ഇവിടെ ചെയ്യാണ്. ഇനി ഞാൻ ഇംഗ്ലീഷും കൂടി നിങ്ങൾക്ക് വായിച്ചാൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ.